ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി ചില്ലൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ഇവർ 3 പേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകിട്ട് വന്ന് അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു വന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതേണ്ട കറങ്ങാൻ ഇറങ്ങിയാണ് ഗൈസ്. മമ്മ ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇന്നുമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഉടുപ്പാണ് മമ്മ ഇട്ടേക്കുന്നത്. പക്ഷെ മമ്മയുടെ ഉടുപ്പല്ല. ഞങ്ങൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ മമ്മ ഇതിനെക്കാട്ടി സുന്ദരിയായിരിക്കും. ഞങ്ങൾ മമ്മ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാന്ന് വിചാരിച്ചേക്കാണ്. അപ്പൊ ഞങ്ങൾ വന്നേക്കുന്നത് ചിയാങ് എന്ന് പറയുന്ന റെസ്റ്റോറന്റിലാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ആംബിയൻസ് ആണ്. ഒരു ചൈനീസ് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് മമ്മ ഞങ്ങൾ റെഡ് കളറിൽ ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കി കൊണ്ടുവന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ അവിടെ ഉള്ള എല്ലാവരും റെഡ് കളറിൽ ഉടുപ്പായിരുന്നു. നല്ല കുഴപ്പമില്ല, നല്ല സുന്ദരിയായിട്ടില്ലേ കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ടറായിട്ട് കഴിച്ചത് സൂപ്പായിരുന്നു കേട്ടോ. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ ആൻഡ് മഷ്റൂം സൂപ്പാണ് നമ്മൾ കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് സ്പൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കുരുമുളക് പൊടിയും ആഡ് ചെയ്താണ് കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചപ്പോൾ തന്നെ വയർ അത്യാവശ്യം ഒന്ന് ഫില്ലാകും. എന്നിട്ട് നമ്മൾ ബാക്കി ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. നമ്മൾ ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ ഒരു ഡ്രാഗൺ ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമ്മളിത് വെട്ടി വിഴുങ്ങി. പക്ഷെ സൂപ്പ് ആദ്യം കുടിച്ച് വയറിറങ്ങോണ്ടാണെന്ന് അറിയത്തില്ല, ഇത് മൊത്തം കഴിക്കാൻ പറ്റിയില്ല. ഇവരുടെ ക്വാണ്ടിറ്റിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ ഹാഫ് ഫ്രൈഡ് റൈസും ഹാഫ് നൂഡിൽസും ആണ് മേടിച്ചത് കേട്ടോ. പക്ഷെ എന്നിട്ട് നമുക്കത് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഞങ്ങൾ 4 പേര് നല്ല രീതിക്ക് ഫുഡ് കഴിക്കും. എന്നിട്ട് നമുക്കത് തീർന്നില്ല. എന്നിട്ട് ബാക്കി ഒന്ന് നമ്മൾ പാഴ്സലാക്കി. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ മേടിച്ചതിന് 960 ആയിട്ടുള്ളൂ. പക്ഷെ അതൊരു 5-6 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നിയത്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ.